നിങ്ങളുടെ സുഹൃത്തിനെയോ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ വിളിക്കുന്നു, അവരെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ അവരെടുക്കുന്നില്ല. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ കോളിൽ കിട്ടിയപ്പോൾ അവരോട് ചോദിച്ചു, നിന്നെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നല്ലോ, അതിനുശേഷം നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത്. ഈ വ്യക്തി ഫോണിൽ നോക്കുന്ന സമയത്ത് ഒരു മിസ് കോൾ പോലും അതിൽ കാണുന്നില്ല. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ വിളിച്ച ആൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ഞാൻ അങ്ങോട്ട് കോൾ പോയതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഇത് ശരിക്കും പോസിബിൾ ആണോ? ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളാണോ ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ കേസിലും അവിടെയൊക്കെ നടന്നിട്ടുള്ളതെന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. പ്രധാനമായിട്ട് നമുക്കിതിനൊരു 5 കാറ്റഗറിയിൽ തിരിക്കാം. ഒന്നാമതായിട്ട് നെറ്റ്വർക്ക് ഗ്ലിച്ച്. സംടൈം നെറ്റ്വർക്ക് ഇത് കോളറിനെ എന്താ പറയുക, ഈവൻ ഫോൺ ഓഫ് ആണെങ്കിലും നെറ്റ്വർക്ക് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണെങ്കിലും അതൊന്ന് റിങ്ങിങ് നമുക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ടെമ്പററി ഗ്ലിച്ചാണ്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ സോൾവ് ആവുകയും പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കവറേജ് ഏരിയയ്ക്ക് പുറത്താണെന്നോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നും പറയും. പിന്നെ ഉള്ള രണ്ടാമതൊരു സാധ്യത, ഇപ്പം ഒരുവിധം എല്ലാവരും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് VoIP എന്ന് പറയുന്നത്, അതായത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. നമ്മൾ ഇൻ്റർനെറ്റ് വൈഫൈ ത്രൂ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിളിച്ചാലും കുറച്ച് നേരം കഴിഞ്ഞാലേ അത് ബെല്ലടിക്കുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ വിളിക്കുന്ന വ്യക്തി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്ക് റിങ് ചെയ്യുന്ന അവരെ ചെവിയിൽ അത് കേൾക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെ ഫോൺ ഫിസിക്കലി റിങ് ചെയ്യുന്നുണ്ടാവില്ല. ഒരുപക്ഷെ റിങ്ങേ ചെയ്യില്ല, സെക്കൻഡ് കോളിലൊക്കെ ആയിരിക്കും റിങ് ചെയ്യുക. ചില സമയത്ത് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടാവില്ല, കോളിൽ നിന്ന് കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൽ നമ്മൾ ആ രീതിയിൽ കോൾ ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ ഫോൺ റിങ് ചെയ്യും, അവിടെ റിങ് ചെയ്യില്ല. അതാണ് ഇതൊരു രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമത്തെ കേസാണ് കോൾ ഫോർവേഡിങ്. ഇപ്പോൾ ഫോണിൽ കോൾ ഫോർവേഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണെങ്കിൽ ഫോൺ റിങ് ചെയ്യും. അത് അടുത്ത ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് കൺസിഡർ ചെയ്യാം. ഓട്ടോമാറ്റിക് കോൾ ഫോർവേഡിങ് ഓൺ ആവുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റിങ്ങിങ് ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും മറ്റേ ഫോണിലേക്ക് റിങ് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഫിസിക്കലി നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫോൺ റിങ് ചെയ്യുന്നില്ല, നമുക്ക് മാത്രമേ അത് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ വോയിസ് കോളിലേക്ക് വോയിസ് മെയിലിലേക്കൊക്കെ കൺവേർട്ട് ആവണമെങ്കിൽ അതിനുള്ള സമയമെടുക്കും. അപ്പോൾ ആ സമയവും ഈ ഫോൺ റിങ്ങിങ്ങിൽ തന്നെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇന്നാക്യുറേറ്റഡ് റിപ്പോർട്ടിംഗ്, അതാണ് നാലാമതായിട്ടൊരു കേസ്. അത് ഒക്കേഷണലി ഒരു സിമുലേറ്റഡ് റിംഗ് സൗണ്ട് ആയിരിക്കും ഡ്യൂ ടു അത് എങ്ങനെയാണ് ദ നെറ്റ്വർക്ക്സ് ആർ ഹാൻഡിലിംഗ് കോൾസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ബട്ട് അതും റിയലായിട്ട് അവിടെ റിങ് ചെയ്യില്ല, നമുക്ക് മാത്രമേ വിളിക്കുന്ന വ്യക്തിക്ക് മാത്രമേ റിങ് കേൾക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനിയുള്ളത് കാരിയർ ഡിഫറൻസ് ആണ്. അവർ ഏതൊക്കെ തരം കാരിയേഴ്സാണ്, അവരെങ്ങനെയൊക്കെയാണ് കോൾ ഹാൻഡിൽ ചെയ്യുന്നത്, വാട്ട് കൈൻഡ് ഓഫ് കണ്ടീഷൻസ് അവർ ഉപയോഗിക്കുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറഞ്ഞിട്ടുള്ള കരിയർ ഡിഫറൻസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ഗ്ലിച്ചസിൽ അതിലേക്ക് ഒരു കാര്യം നമുക്ക് ചേർക്കാനുള്ളത് NGRTs ആണ്. അതായത് നെറ്റ്വർക്ക് ജനറേറ്റർ റിംഗ് ബാക്ക് ടൂൺ എന്ന് പറയും. അതായത് മെനി കേസ് നമുക്ക് റിംഗ് ടൂൺ ഔട്ട് ഓഫ് കവറേജ് ആയിട്ടില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയാലും നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ബെല്ലടിക്കുന്നത് കേൾക്കാൻ കാരണം ആക്ച്വലി അത് നമ്മുടെ ഫോണിൽ മാത്രം ആണ് റിങ് ചെയ്യുന്നത്. അത് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബീയിങ് കണക്റ്റഡ്, നമ്മൾ ജസ്റ്റ് നമ്മളെ ഇൻഫോം ചെയ്യാണ് സിസ്റ്റം ഈസ് ട്രൈങ് ടു ബീയിങ് കണക്റ്റഡ്. ആ കണക്റ്റഡിൻ്റെ ഭാഗമായിട്ടാണ് അത് റിങ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ അപ്പുറത്തുള്ള ഫിസിക്കലായിട്ടുള്ള ഫോണ് റിങ് ചെയ്യില്ല. ഇനി അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അൺറീച്ചബിൾ എന്നോ അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഓഫ് ആണെന്നുള്ളത് അത് പറയുകയും ചെയ്യും. ഇതാണ് ഒരു NGRT എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഫോണിലുള്ളത്. പിന്നെ ഇതിന് നമുക്ക് ഇപ്പോൾ പലരും പല സൊല്യൂഷൻ, നമ്മളിപ്പോൾ തിരിച്ച് അർജുൻ്റെ കേസിലേക്ക് അവിടത്തേക്കിന് വരികയാണെങ്കിൽ അവിടെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമുക്ക് ടെവർ ഡാറ്റ അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തുവിടുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് CRD എന്ന് പറയും. അതായത് CRD എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് എന്ന് പറയും. ഇത് മെയിനായിട്ട് ബില്ലിങ്ങിനും ട്രാക്കിംഗ് പർപ്പസിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ CRDs ഇൻക്ലൂഡ് ചെയ്യുന്നത് സച്ച് ആസ് ദ ടൈം, ഡേറ്റ് ആൻഡ് ദ കോൾ ഡ്യൂറേഷൻ ആൻഡ് അങ്ങനത്തെ സ്റ്റാറ്റസുകൾ, അതായത് ആൻസർ ആണോ, ബിസി ആണോ, നോ ആൻസർ ആണോ, അൺറീച്ചബിൾ ആണോ. സാധാരണ CRDsൽ ദ ഡു നോട്ട് ടിപ്പിക്കലി റെക്കോർഡ് വെദർ ദ ആക്ച്വൽ ഫോൺ റാങ്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ബെല്ലടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അതിലുണ്ടാവില്ല. മെയിൻലി ദേ ആർ ഇൻഡിക്കേറ്റിംഗ് കോൾ കംപ്ലീറ്റഡ് ആണോ ഫെയിൽഡ് ആണോ ഡ്യൂ ടു ദ ഫോൺ ബീങ് അൺറീച്ചബിൾ ടൈമിലും അത് കണക്ട്, അത്തരം സാധനങ്ങൾ മാത്രം, അത്തരം ഒരു ഡാറ്റയായിരിക്കും അതിലുണ്ടാവുക. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് നെറ്റ്വർക്ക് ലോഗ്സ് എന്ന് പറയും. അതായത് ടെലികോം കമ്പനീസ് ആർ മെയിൻറ്റെയിനിങ് ലോഗ് ബുക്സ് അല്ലെങ്കിൽ ലോഗ് ഡാറ്റാസ് ഉണ്ടാവും. അത് അവരുടെ നെറ്റ്വർക്ക് ടവേഴ്സിനുണ്ടാവും, സ്വിച്ചസിനുണ്ടാവും, അങ്ങനത്തെ എല്ലാം അവർ ക്രോസ് ഓവർ എന്തൊക്കെയാണോ അവർ റിലേസോ എന്തൊക്കെ സിസ്റ്റം അവർ ഉപയോഗിക്കുന്നു അതിലൊക്കെ ഈ സാധനം ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു കോൾ അറ്റംപ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഫോൺ അൺറീച്ചബിൾ
അല്ലെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ആണെങ്കിലും അതിലേക്കൊരു അറ്റംപ്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടി അവർക്ക് പറ്റും. പിന്നെ നമുക്കിതിൽ ആകെ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടാൻ പറ്റുന്നത് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് മാത്രമേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിൽ മെയിനായിട്ടുള്ള ടെക്നിക്കൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് റിംഗ് ടൂൺസ് അത് ജനറേറ്റഡ് ബൈ ദ നെറ്റ്വർക്ക്. മെയിൻലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഫോൺ ഈസ് റിങ്ങിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെസസറിക്ക് വേണ്ടിയല്ല അത് ഉപയോഗിക്കുന്നത്. അത് നെറ്റ്വർക്കിൽ നമ്മൾ അവിടെ ഒന്ന് ഇറ്റ്സ് പ്രോസസ്സിങ് സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സിസ്റ്റം. അതിൻ്റെ അർത്ഥം അപ്പുറത്തെ സൈഡിലുള്ള ഫോൺ റിങ് ചെയ്തു എന്നുള്ളൊരു മീനിങ് അതിന് വരുന്നില്ല. പിന്നെ സിഗ്നൽ ഡിലേസ്, ദ ക്യാൻ ബി ഒരു ഡിലേ ഉള്ളത് കൊണ്ട് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആവുന്നു അല്ലെങ്കിൽ അൺറീച്ചബിൾ ആണെന്ന് കണ്ടെത്താൻ എടുക്കുന്ന ഒരു സമയത്തും ഒരു പക്ഷേ അത് പണ്ടൊക്കെ ഒരു പീപ്പ് എന്നുള്ള സൗണ്ട് ഇങ്ങനെ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സെർച്ചിങ് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പം അതിന് പകരം അത് ഓരോരുത്തരും ഏത് നെറ്റ്വർക്ക്, എന്ത് സാങ്കേതികവിദ്യ, അവരെന്ത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം അത് ഡയറക്റ്റ് റിങ് ചെയ്തിട്ടും നമുക്ക് കേൾക്കാൻ ഒരു പക്ഷെ പറ്റും. ഇനി ചുരുക്കി പറഞ്ഞാൽ ഈ ടവർ ഡാറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലോഗ്സ് അതിൻ്റെയൊക്കെ റെക്കോർഡ് ഡീറ്റെയിൽസ് ഇറ്റ്സ് മോർ അബൌട്ട് ദ കോൾ അറ്റംപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിനെക്കുറിച്ചുള്ള സാധനം ഉണ്ടാവും. അത് ഫിസിക്കൽ അവിടെ റിങ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഒരുപക്ഷെ നെറ്റ്വർക്ക് പ്രൊവൈഡറിന് മാത്രമേ സാധിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഫിസിക്കലായിട്ടൊരു ഫോൺ ഒരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ അല്ലാതെ റിങ് ചെയ്യില്ല. നമ്മുടെ അർജുൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കലി നമ്മളതായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ചെക്ക് ചെയ്യുമ്പോൾ കർണാടകയിൽ പൊതുവെ എയർടെൽ ആൻഡ് ജിയോ ഒക്കെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ നെറ്റ്വർക്ക് പല രീതിയിലുള്ള നെറ്റ്വർക്ക് സ്കാനിങ് ആപ്ലിക്കേഷൻസ് ആൻഡ് വെബ്സൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് ആ ഒരു ഏരിയയിലേക്ക് പിന്നെയും റേഞ്ച് വരുന്നത് എയർടെലിനാണ്. അപ്പോൾ എയർടെൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഓറഞ്ച് കളറിൽ കാണിക്കുന്നത് 4G സിഗ്നൽ, 4G+, 5G ആണ് പർപ്പിൾ കളറിൽ കാണിക്കുന്നത്. ഇതൊക്കെയാണ് അവിടുത്തെ നെറ്റ്വർക്ക്സ്. അപ്പോൾ ബേസിക് നെറ്റ്വർക്ക് അറ്റ്ലീസ്റ്റ് 2G എങ്കിലും ഉണ്ടെങ്കിലും ഫോണിൻ്റെ കണക്ടിവിറ്റി കിട്ടും. അപ്പോൾ നമ്മളിതാ ആ ഒരു സ്പോട്ടിലേക്ക് കറക്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്യാം. ഓക്കെ, നമ്മുടെ നേരത്തെ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ഗോകർണത്തിൻ്റെ സൈഡിൽ ഇതാണ് ഈ സ്പോട്ട്. ഇവിടെയാണ് നമ്മുടെ ലോറിൻ്റെ ഇന്നലെയൊക്കെ നമ്മൾ നോക്കിയ ആ ഒരു ലൊക്കേഷൻ ഉള്ളത്. അതേ ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു മാപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ അവിടെ 4G സിഗ്നലാണ് കാണിക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി ആ സ്ഥലം എത്തുന്നതിൻ്റെ മുമ്പേ നെറ്റ്വർക്ക് തീരുന്നുണ്ട്. അവിടെ ഇല്ല. ആ ഒരു അപകടം നടന്ന അവിടെ കറക്റ്റ് അവിടെ നെറ്റ്വർക്ക് തീരുകയും അതിന് കുറച്ച് അപ്പുറത്തുള്ള സ്ഥലത്ത് നെറ്റ്വർക്ക് ഉണ്ട്. അതായത് അത് കറക്റ്റ് തീരുന്നു പറഞ്ഞാൽ നെറ്റ്വർക്ക് നമുക്കിങ്ങനെ കറക്റ്റ് അളന്ന് ഒന്നും കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊരു എഡ്ജിലായിരിക്കും, അത് വന്നോ വന്നില്ലയോ എന്നുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരിക്കും അത് നിൽക്കുന്നത്. കറക്റ്റ് നമുക്ക് ഇപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ കോൾ വരുന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നില്ല. ആ സ്ഥലത്ത് നിന്ന് കോൾ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ കോള് ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഏരിയയിലെ നെറ്റ്വർക്കിൻ്റെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ആ ഒരു സമയത്തെ മഴയും കാര്യങ്ങളൊക്കെ ഇതിനെ ചെറിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും നെറ്റ്വർക്കിൻ്റെ. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ആ റോഡ്, ഈ കാണുന്നതാണ് പുഴ. ഇപ്പോൾ ഇവിടെ നമ്മൾ സിഗ്നൽ എയർടെൽ മൊബൈലിലേക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം വോഡഫോണിലാണുള്ളത്. വോഡഫോണിന് അവിടെ സിഗ്നൽ ഒന്നും കാണിക്കുന്നില്ല നിലവിൽ. പിന്നെ ഒരു ടവറിൽ തന്നെ മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡർ ഉപയോഗിക്കാം, അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എയർടെൽ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ സ്പോട്ടിൽ അവിടെ വരെയാണ് സിഗ്നൽ ഉള്ളത്. ആ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് സിഗ്നൽ തീരുകയാണ്. ആ ഒരു അപകടം നടന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അവിടെ കഷ്ടകാലത്തിന് അവിടെ സിഗ്നൽ കാണിക്കുന്നില്ല ഇതിൽ. അപ്പോൾ അത് എന്താ പറയുക, ഞാനിപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡിലിട്ടിട്ട് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ ഇങ്ങനെ കണ്ടപ്പം. പക്ഷേ ഇത് കറക്റ്റ് ഇവിടെ വെച്ച് നെറ്റ്വർക്ക് തീരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് എക്സാക്ട്ലി ഇത് നടക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. അപ്പോൾ ഒരു അത്യാവശ്യം പവറുള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ കുറച്ച് സിഗ്നൽ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. സോ അതൊരു ബഫർ കണക്ടിവിറ്റി പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള NGRT പോലെ ഇതിനുള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. കറക്റ്റ് എക്സാക്ട്ലി അവിടെ കണ്ടില്ലേ, ഇവിടെയാണ്. ഞാൻ ആ ഏരിയ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാം. നമ്മളെ മറ്റേ മാപ്പിനെ ഞാൻ ഇതിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഏരിയ കറക്റ്റ് മനസ്സിലാവും. അവിടെയാണ് ഇത് തീർന്നിട്ട് ഉള്ളത്. അതൊരു അശുഭകരമായ വാർത്തയാണ്. അപ്പോൾ എല്ലാവരും ആ കോൾ റിങ് ചെയ്തതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെ കൊണ്ട് ജസ്റ്റ് ഞാനതൊന്ന് ആ രീതിയിലൊന്ന്
ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയാണ് എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ കോൾ അവിടെ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് റിങ് ചെയ്യുന്നില്ല, വെള്ളത്തിൽ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റിയാണിത്. ഫോൺ ഒരു പക്ഷേ നെറ്റ്വർക്കിൻ്റെ ഇതിലായിരിക്കില്ല, അതുകൊണ്ട് ആ ഒരു ബഫർ ഇതിൽ റിങ് ചെയ്തതായിരിക്കാം. പിന്നെ അതിന് ശേഷം അത് ശരിക്കുള്ള ഓഫിൽ തന്നെ ആയിരിക്കും. അപ്പം റിങ് കേട്ടതൊരു പക്ഷേ നമ്മുടെ സൈഡിൽ മാത്രമായിരിക്കും നമുക്ക് ആ റിങ്ങിങ് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുക. അവിടെ ഫിസിക്കലായിട്ട് ഒരു പക്ഷേ ആ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും സ്റ്റിൽ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെയൊരു സംവിധാനം, അതായത് ഫോൺ ബെല്ലടിച്ച് നമ്മളെ ചെവിയിൽ ബെല്ലടിച്ചാലും അപ്പുറത്തൊരു സ്ഥലത്ത് ബെല്ലടിക്കണമെന്ന് നിർബന്ധമില്ല എന്നത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.